എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, ഇതിന്റെ ഈ അടുത്ത ഈ ഒരു മാസത്തിനിടയിൽ നടക്കുന്ന 4ാമത്തെ ഷോയാണ്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? 1ാമത്തെ ഷോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം പോയ അവസരത്തിൽ അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പതിവാ. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളോട് പെരുമാറുകയും ചെയ്ത സംഭവമാണ് 1ാമത്തെ ഷോ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. 2ാമത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളതാണ് 2ാമത്തെ ഷോ എന്ന് പറയുന്നത്. 3ാമത്തെ ഷോയാണ് ഇവിടെ റിപ്പബ്ലിക് ദിനത്തിന് പതാക ഉയർത്താൻ വന്നപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഷോ ഉണ്ട് അവിടെ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. 4ാമത്തെ ഷോയാണ് ഇപ്പോൾ നിലമേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ എന്ന് പറയുന്നത്. താനിങ്ങോട് വന്നേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. മധു, ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. തരൂർ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് ആ സമരത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടോ ക്രമസമാധാന നില ഉണ്ടാവുന്ന നിലയിലാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്. നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ, പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യില്ല. ഇത് മനഃപൂർവ്വം ബഹുമാനപ്പെട്ട ഗവർണർ താൻ ഇരിക്കുന്ന പദവി പോലും നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഗവർണർമാർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ.